നമസ്കാരം. എല്ലാവർക്കും ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി പല വിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകൾക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിലരാകട്ടെ എത്രയോ കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ യാതൊരുവിധ പ്രയോജനവുമില്ല, ഇതൊന്നും നടന്നു കിട്ടില്ല, മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിലൂടെയൊന്നും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കില്ല എന്നെല്ലാം പറയുന്നവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഈ മെത്തേഡ് ചെയ്യുവാനായി യാതൊരുവിധ നിഷ്ഠകളും പാലിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിനോട് ഈ കാര്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ ഇത്ര തവണ എഴുതണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ ഒരു ചിത്രം വരും. ആ ചിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുവാൻ സാധിക്കുന്നുവോ അത്രയും അതിവേഗതയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഇത് സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ പ്രയോജനപ്പെടുന്ന ഒരു ചിത്രമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുവാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമോ അതല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മളെ എവിടേക്കാണ്, നമ്മുടെ ഏത് ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കണം എന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതും. അതുപോലെ തന്നെ ചിലരുടെ മനസ്സിൽ തോന്നും ഇതൊന്നും നമ്മളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നതും എല്ലാം തന്നെ നമ്മുടെ ഉപബോധ മനസ്സു തന്നെയാണ്. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും. പക്ഷെ നമ്മൾ കുറച്ച് പ്രയത്നിക്കണം എന്ന് മാത്രം. കാരണം എന്തെന്നാൽ നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ആത്മവിശ്വാസവും തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണിടത്ത് നിന്ന് നമ്മൾ തന്നെയാണ് എഴുന്നേൽക്കേണ്ടത്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആരും തന്നെ നമ്മളെ ശ്രദ്ധിക്കുവാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും പഴിചാരുവാനും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളെ അത് എന്തു തന്നെയാകട്ടെ, തൊഴിൽ സംബന്ധിച്ചതാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും അതല്ല വരുമാന മാർഗങ്ങൾ കൂടിക്കിട്ടണമെന്നുണ്ടെങ്കിലും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിലും ആഗ്രഹിച്ച ആളെ വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിലും വിദേശത്ത് ജോലി ുണ്ടെങ്കിലും പുതിയ വീട് വെക്കണമെന്നോ പുതിയ കാറ് വാങ്ങിക്കണമെന്നോ എന്നിങ്ങനെ 1000 ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ ഏത് ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായി നിലനിൽക്കുന്നത് ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ചിത്രത്തെ നിങ്ങൾ ഒരു 15 മിനിറ്റ് തുടർച്ചയായി നോക്കുക. ഞാൻ ഇവിടെ കൊടുക്കുവാൻ പോകുന്ന ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. അതിനായി നിങ്ങളുടെ ഫോൺ പോലും നിങ്ങൾക്ക് സൈലൻ്റ് ആക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് ആ ചിത്രം. അതായത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ആ നടുവിലത്തെ പച്ച നിറത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഫോക്കസ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം നിങ്ങൾ ഈ പച്ച നിറത്തിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏതു കാര്യമാണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച്, ആ കാര്യം നടന്നു കിട്ടിയതായിട്ട്, ആ കാര്യം നടന്നു കിട്ടിയാൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ. മറിച്ച് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നിങ്ങളുടെ ആ ഒരു സമയത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുന്നതിന് മുന്നേ ഒരു 60 സെക്കൻഡോളം കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളെ കൊണ്ട് എത്തിക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന ആ പച്ച നിറത്തിനുള്ളിലുള്ള ആ കറുത്ത ആ ഒരു പുള്ളി അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായി ഈ പ്രപഞ്ചം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിനോടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോടും ആത്മാർത്ഥമായുള്ള ആ ഒരു വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. 15 മിനിറ്റ് കണക്കിലെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 1 സെക്കൻഡ് കണ്ണുകൾ അടച്ച് വീണ്ടും തുറന്ന് ആ ഒരു കോൺസെൻട്രേഷൻ തന്നെ നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രയാസമായി അനുഭവപ്പെടുന്നതായിരിക്കും. കാരണം കണ്ണുകൾക്ക് കുറച്ച് വേദന ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി നിങ്ങൾ ദിവസേന ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്
ഗൂഗിളിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആയിട്ടും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഏതാണോ അത് മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ കാര്യം നടന്നു കിട്ടിയതായി നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് വേണം ഇത് നോക്കുവാനായിട്ട്. മാത്രമല്ല ഇത് നോക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടന്നു കിട്ടിയ ആ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ സന്തോഷം മാത്രമായിരിക്കണം പ്രകടമാകേണ്ടത്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ 1-2 തവണ അടച്ച് പതുക്കെ തുറക്കുക. ഇങ്ങനെ നിങ്ങൾ 2-3 തവണ ചെയ്തു കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. പ്രത്യേകിച്ചും നിങ്ങളുടെ കണ്ണുകളെ തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്താണോ ഫ്രീ ആയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് തിരക്കുകളൊന്നുമില്ലാത്ത ആ ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കിതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയോടുകൂടിയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ചിലർക്കെങ്കിലും തോന്നും ഇതെല്ലാം വെറുതെ പറയുകയല്ലേ എന്ന്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. ഇനി എത്ര ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണോ ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ വെക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചെറുതായിട്ടുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത്രയും നേരം ഞാൻ ചിത്രം കാണിക്കുന്ന സമയത്ത് നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോയുടെ അവസാനം 15 മിനിറ്റോളം ആ ചിത്രം നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ 15 മിനിറ്റും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ചിത്രത്തെ നോക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. അപ്പോൾ വരൂ നമുക്ക് ആ ചിത്രത്തിലേക്ക് കടക്കാം.